ഹലോ, എല്ലാവർക്കും നമസ്കാരം. 4 മണിക്ക് ചായ കുടിക്കുമ്പം ഒരു ചെറുകടി നമ്മുടെ മലയാളികൾക്ക് നിർബന്ധമാണല്ലേ. അപ്പം എല്ലാ ദിവസവും ഈ ബേക്കറി പലഹാരങ്ങളും അതെല്ലാം കഴിച്ച് ആൾക്കാർക്കൊരു മടുപ്പായിരിക്കുമല്ലോ. ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരം. കുറച്ച് ചേരുവകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലൊരു 3 വിസിൽ പോകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് തീരെ പൊടിയല്ല കേട്ടോ ചേർക്കുന്നത്, നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇനിയിപ്പം നമുക്ക് നല്ലതുപോലെ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങ് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാനന്ന് വലിയ തവി തന്നെ എടുത്തു. വലിയ തവി എടുത്തൊന്ന് നല്ലതുപോലെ മിക്സ് ഉടച്ചു കൊടുക്കുക ഉരുളക്കിഴങ്ങെല്ലാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഉടച്ച് വെച്ചേക്കകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അച്ഛന് മല്ലിയില ഇഷ്ടമല്ല, അതുകൊണ്ട് അച്ഛന് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ഞാൻ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് കോൺഫ്ലവർ പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണ കയ്യിൽ എടുത്തിട്ട്, ഒത്തിരി വേണ്ട, ചെറുതായിട്ടൊന്ന് എടുത്തിട്ട്, ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്ത്, അതായത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്ക് ഇത്ര ഐറ്റംസ് ഇത് ചെയ്യാനായിട്ട് വേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ ഒന്ന് കയ്യിലെടുത്തൊന്ന് ഉരുട്ടിയെടുക്കാം. ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിൽ നമുക്ക് ഏത് സൈസിൽ നമ്മുടെ പലഹാരം വേണോ അതിനനുസരിച്ച് നമുക്ക് ചെറിയ പീസുകളാക്കി എടുത്ത് ഇതുപോലെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുണ്ടാക്കാം. ഞാനൊരു കലാകാരനല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്ന ഷേപ്പിലൊക്കെ ഞാൻ വെറുതെ അങ്ങ് ചെയ്ത് വെച്ചതാണ്. ഇനിയൊരു ഡിസൈനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഡിസൈനൊക്കെ കിട്ടും, കാണാനൊരു ഭംഗി കാണും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനോ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പീസിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോർക്ക് വെച്ച്. അങ്ങനെ നമ്മുടെ ഡിസൈനും റെഡിയായി. ഇനി ഒരു പാത്രം എടുത്ത് നമുക്ക് ചൂടാകാനായിട്ട് വെക്കാം. ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൈ എടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ആ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് അതിലേക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക.
ഇപ്പോൾ ഓരോ പീസുകളായിട്ട് നമുക്കെടുത്ത് സെയിം അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഒരു 4-5 പീസ് മാത്രമാണ് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും, ഒട്ടും കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സൈഡ് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് അത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ നമുക്ക് ആ സെയിം കളർ കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ മീഡിയം ഫ്ലെയിം തന്നെ ഇടാവുള്ളൂ, ഒട്ടും കൂട്ടിയിടരുത്. ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം കൂട്ടുകാരെ, നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു കട്ട്ലേറ്റൊക്കെ ഒറ്റനോട്ടിലൊരു കട്ട്ലേറ്റൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ടല്ലേ. ഞാൻ എന്തായാലും ചൂട് ചായ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിക്കുക. അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കട്ട്ലേറ്റൊക്കെ മുറിക്കുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വിരൽ ഡോറിൻ്റെ ഇടയ്ക്ക് പോയതാട്ടോ, അതാണ് ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആദ്യം കുറച്ച് ചായ കഴിക്കാം. അങ്ങനെ ചായ ഒഴിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഞാൻ നമ്മുടെ പലഹാരം ഇവിടെ ടേസ്റ്റ് നോക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സോസ് ഇല്ലാതെ ആ സ്നാക്ക് തന്നെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സൂപ്പർ. നമ്മൾ ആ ബ്രെഡ് ക്രംസിൽ മുക്കി പൊടിച്ചതുകൊണ്ട് ആ ഒരു എന്നാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സോസ് കൂട്ടി കഴിച്ചു നോട്ടെ. സോസിനൂടെ മയോണൈസിനൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ ചട്നിയുടെ കൂടെ അടിപൊളിയായിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. സോസിനൂടെ സൂപ്പർ. നല്ല ചൂട് ചായ എടുത്തുണ്ടല്ലോ. ഇതൊന്നും ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കി, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതായത് പിള്ളേർക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. സൂപ്പറാണ്, അടിപൊളി ഐറ്റം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.